ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാണ്. ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ 2024 മാർച്ച് 25 മലയാള മനോരമ ദിനപത്രം. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സിദ്ധാർത്ഥന്റെ മരണം, 33 വിദ്യാർത്ഥികൾക്ക് എതിരായ നടപടി VC റദ്ദാക്കി. എന്ന് വെച്ചാൽ വൈസ് ചാൻസലർ റദ്ദാക്കി. നിയമോപദേശം തേടാതെ ധൃതി പിടിച്ചുള്ള നടപടി, സർവകലാശാലയിലെ ഉന്നതരിൽ ഒരാളുടെ സ്വന്തക്കാരെ രക്ഷിക്കാൻ. ഇത് ഒരു ഉപതലക്കെട്ടാണ്. എന്താണ്? നിയമോപദേശം തേടാതെ ധൃതി പിടിച്ചുള്ള നടപടി, സർവകലാശാലയിലെ ഉന്നതരിൽ ഒരാളുടെ സ്വന്തക്കാരെ രക്ഷിക്കാൻ. ഇങ്ങനെ ഒരു ഉപതലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: JS സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത നടപടി VC നിയമോപദേശം തേടാതെ റദ്ദാക്കി. സർവകലാശാലയുടെ ലോ ഓഫീസറുടെ നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ. എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരൊരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ച തീരുമാനം. സിദ്ധാർത്ഥിനെതിരായ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളികളാകുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത്. 31 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 90 പേരെ 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ 2 പേരുൾപ്പെടെ 33 വിദ്യാർത്ഥികളെ VC തിരിച്ചെടുത്തു. ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും കുറച്ചു പേർക്ക് മാത്രമായി ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷപാതവും ഉണ്ടായെന്നാണ് ആരോപണം. VCക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു. ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപേ സർവകലാശാല നൽകിയ ശിക്ഷാ ഇളവ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് സഹായകരമാകാൻ ഇടയുണ്ടെന്നും നിയമവിദഗ്ധരും പറയുന്നു. ഇതാണ് മലയാള മനോരമയുടെ വാർത്ത. വാർത്തയിൽ പറയുന്ന ചെറിയൊരു ഭാഗം കൂടി ഒന്നുകൂടി വായിക്കേണ്ടതുണ്ട്. ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനവും സ്വജനപക്ഷപാതവും ഉണ്ടായെന്നാണ് ആരോപണം. VCക്ക് കിട്ടിയ അപ്പീൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെല്ലിൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു എന്നാണ് മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്ത. സ്വാഭാവികമായും ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക എന്താണ്? വൈസ് ചാൻസലറാണ് ചെയ്തിരിക്കുന്നത്. വൈസ് ചാൻസലർ നിയമിക്കുന്നത് ആരാണ്? സർക്കാരാണ്. സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ. അതുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ്. ഈ വാർത്തയിൽ പറയുന്ന രാഷ്ട്രീയം ഇടപെടൽ, ആ രാഷ്ട്രീയ ഇടപെടൽ ഭരണപക്ഷത്തിൻ്റെ ഇടപെടലാണ്, CPIMൻ്റെ ഇടപെടലാണ്. എന്തിനാണ് ഇടപെട്ടത്? SFIക്കാരാണ് പ്രതികൾ. ആ പ്രതിപ്പട്ടികയിൽ SFIക്കാരുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു കാര്യം. എന്നാൽ ആരാണ് വൈസ് ചാൻസലറെ നിയമിച്ചത്? ആരാണ് നിലവിലുള്ള വൈസ് ചാൻസലറെ പറഞ്ഞു വിട്ടത്? നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ഇത് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത വായിക്കാം. മാതൃഭൂമിയിൽ മാത്രമല്ല, മലയാള മനോരമയിലും എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വിരൽത്തുമ്പിൽ ഈ വാർത്തകളെല്ലാം ഇപ്പോൾ റെഡിയാണ്. വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2024 മാർച്ച് 2-നാണ്. അധികം ദിവസമൊന്നുമായിട്ടില്ല. 2024 മാർച്ച് 2-ന് വന്ന വാർത്തയാണ്. ഈ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കേരള വെറ്റിനറി സർവകലാശാലയ്ക്ക് പുതിയ VC, റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രൻ ചുമതലയേൽക്കും എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്തയോടൊപ്പം ഒരു ഓർഡറിൻ്റെ കോപ്പി കൂടി കൊടുത്തിട്ടുണ്ട്. ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പിട്ട് ഇറക്കിയ ഓർഡറിൻ്റെ കോപ്പിയാണ് അതിൽ പറയുന്നത്. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരള വെറ്റിനറി സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ടുള്ള ചാൻസലറുടെ ഉത്തരവ് പുറത്തിറങ്ങി. ആരുടെ ഉത്തരവാണ് പുറത്തിറങ്ങിയത്? ചാൻസലറുടെ ഉത്തരവ് പുറത്തിറങ്ങി. വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയേർഡ് പ്രൊഫസറായ ഡോക്ടർ PC ശശീന്ദ്രനാണ് VCയുടെ ചുമതല നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് VCയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ഇതിന് പിന്നാലെയാണ് പുതിയ VCയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതിനുശേഷം പറയുന്നു: സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയതായി ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് എന്നും കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ആരാണ് VCയെ നിയമിച്ചത്? ചാൻസലറാണ്. ആരാണ് ചാൻസലർ? ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ഈ വാർത്ത മലയാള മനോരമയുടെ ഇന്നത്തെ വാർത്ത വായിച്ചാൽ തോന്നും സർക്കാരാണ് VCയെ നിയമിച്ചത് എന്ന്. സർക്കാരിന് യാതൊരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട്? പഴയ വൈസ് ചാൻസലറെ മാറ്റിയതിനെതിരെ
സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരസ്യമായി ഗവർണറെ വിമർശിച്ചിരുന്നു. അത്തരമൊരു തീരുമാനം എടുക്കേണ്ടതില്ല, ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിച്ചത് എന്ന് അന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയതാണ്. പക്ഷെ അത് വിവാദത്തിലേക്കൊന്നും പോയില്ല, വിവാദമൊന്നും ആക്കിയില്ല. കാരണം ഒരു ദാരുണ സംഭവം നടന്നു. ആ സംഭവത്തിന് മേലാണ് ഗവർണർ നടപടി എടുത്തിരിക്കുന്നത്. ആ നടപടി നടക്കട്ടെ, അത് മുന്നോട്ട് പോകട്ടെ എന്ന നിലപാട് തന്നെയാണ് അന്ന് സർക്കാർ എടുത്തത്. എന്നാൽ ഇന്ന് ഇപ്പോൾ വൈസ് ചാൻസലർ ഒരു നടപടി സ്വീകരിക്കുന്നു. സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നു, അവരുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നു. ആരോടും ചോദിച്ചിട്ടില്ല, ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. ആരാണ് തീരുമാനമെടുത്തത്? വൈസ് ചാൻസലർ. ആരാണ് ഈ വൈസ് ചാൻസലറെ നിയമിച്ചത്? ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അക്കാര്യം ഈ വാർത്തയിൽ എവിടെയും പറയില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോഴും അക്കാര്യം പറയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്തരവിന്റെ കോപ്പി പ്രേക്ഷകർക്ക് കാണാം, നേരത്തെ തന്നെ പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും, ഇപ്പോഴും കാണാം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് പറയാതെ കുറ്റങ്ങൾ മുഴുവൻ ഏകപക്ഷീയമായി സർക്കാരിന്റെ തലയിൽ കൊണ്ടിടുക എന്നതാണ് നമ്മുടെ മാധ്യമ രീതി. മലയാള മനോരമയിൽ ഇന്ന് ഈ വാർത്ത വന്ന ഉടനെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് ഓടുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛനെ കാണുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, എന്നെ പറ്റിച്ചു, സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നെ വഞ്ചിക്കാനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത്. അദ്ദേഹത്തിന് വൈകാരികമായ ഒരു പ്രശ്നം അതിനകത്തുണ്ട്, ഒരു തലം അതിനകത്തുണ്ട്. അതൊന്നും മറച്ചു പിടിക്കുന്നില്ല, കാണാതെ പോകുന്നുമില്ല. പക്ഷേ അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടിട്ടാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അദ്ദേഹം നിവേദനം കൊടുത്തിട്ടാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇപ്പോൾ പറയുന്ന ഉത്തരവിട്ടത് വിവാദങ്ങൾ മൂടിവെക്കാനാണ് എന്ന്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ വിവാദങ്ങൾ മൂടിവെക്കുന്നോ അല്ലെങ്കിൽ വിവാദങ്ങൾ അവസാനിക്കുമെന്നോ അറിയില്ലായിരുന്നോ സിദ്ധാർത്ഥന്റെ അച്ഛന്? പ്രതിപക്ഷ നേതാവ് VD സതീശന് കത്ത് കൊടുത്തിരുന്നില്ലേ? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പാർട്ടിയിലെ യുവജന വിദ്യാർത്ഥി നേതാക്കൾ, എന്തിനേറെ പറയുന്നു, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയില്ലേ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട്? ഇതെല്ലാം ചെയ്തത് ഇവരുടെ എല്ലാം ആവശ്യപ്രകാരം. ഇപ്പോൾ CBI അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല, അത് സ്വാഭാവികമായും വൈകും. അതിൻ്റെ ഒരു പ്രക്രിയ അങ്ങനെയാണ്. CBI ഇതേക്കുറിച്ച് പ്രാഥമിക പരിശോധന നടത്തും, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് വൈകുകയാണ്. ആ വൈകുന്നതിന് ഉത്തരവാദിത്വം കൂടി സർക്കാരിന്റെ തലയിൽ കൊണ്ടിടുകയാണ്. അതിനുശേഷം പറയുന്നു, ഈ 33 വിദ്യാർത്ഥികൾ തിരിച്ചെടുത്തത് അത് കുറ്റവാളികളെ സംരക്ഷിക്കാനാണ്, രക്ഷിക്കാനാണ്. ആരാണ് തിരിച്ചെടുത്തത്? ഇവിടെയെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആളായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത്. സ്വാഭാവികം, ഗവർണർ സമീപിക്കട്ടെ, നടപടി തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്യട്ടെ, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ ഈ പ്രശ്നവും ഉയർത്തിപ്പിടിച്ച് അതും കൂടി ഇതാ കിട്ടിപ്പോയ ആയുധം എന്ന രൂപത്തിൽ അത് സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഈ വാർത്ത വന്ന ഉടനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മാധ്യമങ്ങളെ കണ്ടു. ഇതാ എന്തോ നടക്കുന്നു, തേച്ചുമാച്ച് കളയുകയാണ് തെളിവുകളെല്ലാം എന്നൊക്കെ പറയുന്നു. പിന്നെ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? CBI അന്വേഷണം ആവശ്യപ്പെട്ടു, CBIക്ക് വിട്ടു. പിന്നെ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു, അവരെ തിരിച്ചെടുക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. തിരിച്ചെടുത്തത് ആരാണ്? ഗവർണറുടെ, ചാൻസലറുടെ നോമിനിയായ വൈസ് ചാൻസലറാണ് ഈ വിദ്യാർത്ഥികൾ തിരിച്ചെടുക്കുന്നത്. ഇതൊന്നും കാണാതെയാണ് കിടക്കട്ടെ, എല്ലാം കൂടി ഒരു ബഹളം, ആകെ ഒന്ന് കലങ്ങട്ടെ, കലങ്ങ് തെളിയട്ടെ എന്ന് പറയുന്നത് പോലെ ആകെ ഒന്ന് കലങ്ങട്ടെ. കലങ്ങുമ്പോൾ അതിൽ പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും LDFനെയും പിടിച്ചിടാം എന്നൊക്കെയാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഏതായാലും അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് ഇവർ തന്നെ എന്ന് വെച്ചാൽ ഗവർണർ, ഗവർണറുടെ നോമിനി, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകൾ, കോൺഗ്രസ്, UDF ഇവരെല്ലാം കൂടി നടത്തിയ, അതിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ പങ്കാളിയായി എന്ന് ഞങ്ങൾ പറയുന്നുമില്ല, കരുതുന്നുമില്ല. പക്ഷേ ഇവരൊക്കെ ചേർന്ന് നടത്തിയ വലിയൊരു നാടകമുണ്ട്. കാരണം സംസ്ഥാന പോലീസാണ് അന്വേഷിക്കുന്നത്. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസ് CBIക്ക് വിടാൻ സാധ്യതയില്ല എന്ന് കണ്ടാണ് സംഭവം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും സംസ്ഥാന സർക്കാർ എന്നൊക്കെ കരുതിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ട അടുത്ത നിമിഷം തന്നെ CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി. അതോടുകൂടി ഒരു ആയുധം അങ്ങ് ഒടിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പുതിയ വാർത്ത കിട്ടിയിരിക്കുന്നത്. ആ വാർത്ത വെച്ച് വീണ്ടും ഒന്ന് പിടിച്ചു കയറാം, ഒരു സമരം നടത്താം, വാർത്താ സമ്മേളനം നടത്താം എന്നൊക്കെ കരുതിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് 1 സിദ്ധാർത്ഥന്റെ പിതാവ്, 2 പ്രതിപക്ഷ നേതാവ്, 3 പ്രതിപക്ഷ സംഘടനകളായ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും നേതാക്കൾ. അതനുസരിച്ചാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത് പുതിയ വൈസ് ചാൻസലറെ വെച്ചതാരാണ്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തത് ചട്ടപ്രകാരമല്ല,
എന്ന നിലപാട് എടുത്തതാരാണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ആ വൈസ് ചാൻസലർ എന്ന് വെച്ചാൽ ചാൻസലർ ഏകപക്ഷീയമായി നിയമിച്ച വൈസ് ചാൻസലർ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ ഇവരെല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനം തന്നെ, ആ തീരുമാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സർക്കാരിനെതിരെ ഒരു തിരിയാം എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പാണ്, ഒന്നുമില്ല, ഒരായുധവും കയ്യിലില്ല, ഉപയോഗിക്കാൻ കിട്ടിയ ഒരായുധം അത് കളഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്നുകൂടി തേച്ച് മിനുക്കി എടുക്കാൻ കഴിയുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.